അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അയ്യുഹൽ ഇഖ്വാൻ ഊസികും ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ശക്തിയായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കഴിഞ്ഞ ആഴ്ച മരണബോധമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് അത് പച്ചയായി നിലനിർത്തണം, പുതിയ ഭാഷ പറഞ്ഞാൽ ലൈവായി നിലനിർത്തണം എന്നാണ് പഠിപ്പിക്കുന്നത്. അക്സിറു ദിക്റ ഹാദിമിൽ ലസ്സാത്ത്. എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ അധികം സ്മരിക്കണം എന്ന്. മരണബോധമുണ്ടാക്കുന്ന ചില സംഗതികളുണ്ട്. ഒന്ന് റസൂലുള്ള പറഞ്ഞത് ഖബർ സിയാറത്താണ്. ഇതുപോലെ രോഗിനെ സന്ദർശിക്കുമ്പോഴും ആസ്പത്രിയിൽ പോയി രോഗികളുടെ കൂടെ ചെലവഴിക്കുമ്പോഴും ഒക്കെ മരണബോധം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വീട്ടിലോ കുടുംബത്തിലോ അയൽവക്കത്തോ മരണം ഉണ്ടാകുമ്പോൾ ഒക്കെ നമുക്ക് മരണബോധം വർദ്ധിപ്പിക്കും. ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങളും ഇങ്ങോട്ട് വരാനുള്ളവരാണ് എന്ന് നമ്മളെ കൊണ്ട് റസൂലുള്ള പറയിപ്പിക്കുക ഒരാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മ. അപ്പോൾ അങ്ങനെയൊക്കെ ആ പരലോക ചിന്ത, മരണ ചിന്ത നമ്മിലുണ്ടാകണം. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സക്കറാത്തിൽ മൗത്ത് വഗമറാത്തിൽ മൗത്ത്. മരണത്തിൻ്റെ കടുംപിടുത്തത്തിൽ നിന്ന്, സക്കറാത്തുൽ മൗത്തിൽ ഞാൻ ആശ്വാസം തേടുന്നു റബ്ബേ. സഹോദരന്മാരെ, ഇത് അനുഭവപ്പെട്ട് ആരും തിരിച്ചു വന്നവരില്ല. സക്കറാത്തുൽ മൗത്ത് നമ്മൾ പലരും കണ്ടവരാണ്, കണ്ടിട്ടുണ്ടാവും. ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. സക്കറാത്തുൽ മൗത്തിൽ എനിക്ക് ആശ്വാസം നൽകണമേ. ദാഹം ഉണ്ടാവും. ആ ദാഹം അള്ളാഹ് തീർത്തെങ്കിൽ മാത്രമേ തീരുള്ളൂ. കടുത്ത വേദന ഉണ്ടാവും. അള്ളാഹു ആശ്വാസം നൽകിയെങ്കിൽ മാത്രമേ വേദന ശമിക്കുള്ളൂ. ശ്വാസം അടങ്ങിയതിന് ശേഷം നമ്മൾ മയ്യത്തിൻ്റെ കണ്ണ് പൂട്ടിക്കൊടുത്ത് വായൊക്കെ പൂട്ടിക്കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉടുതുണി നനഞ്ഞ് കാണാം. മലവും മൂത്രവും ഒക്കെ അറിയാതെ പുറത്തു പോയിണ്ടാവും. എന്നാൽ വേദന കൊണ്ടായിരിക്കുമല്ലോ അത് മരണസമയത്ത് ഉണ്ടാകുന്നത്. ദാഹാർത്തനായ ആസന്ന മരണന് നമ്മൾ വായിൽ വെള്ളം ചിലപ്പോൾ ഒഴിച്ചു കൊടുത്താൽ ഇറങ്ങൂല, ഉറ്റിച്ചു കൊടുക്കലായിരിക്കും. ചിലപ്പോൾ തുണി നനച്ച് ചുണ്ട് നനച്ചു കൊടുക്കലായിരിക്കും. ഇതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞത് അള്ളാഹ് ദാഹം തീർത്തെങ്കിലല്ലാതെ ദാഹം തീരൂല. അപ്പോൾ ഈ മരണത്തിൽ നിന്നാണ്, ഈ അവസ്ഥയിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് ആശ്വാസം നൽകാൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സക്കറാത്തിൽ മൗത്ത് വഗമറാത്തിൽ മൗത്ത് എന്ന് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ മറ്റൊരു ഹദീസിൻ്റെ അവസാന ഭാഗം വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ. മരണം എനിക്ക്
റാഹത്തുള്ളതാക്കി തീർക്കണമേ എന്ന്. അതാ മരിക്കുക എന്ന അവസ്ഥയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മരണാനന്തരം റാഹത്താണ്. മരണ അവസ്ഥയും നമ്മൾ റാഹത്തിന് വേണ്ടിയാണല്ലോ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർർ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുക്തമായ റാഹത്തുള്ള മരണം എനിക്ക് നൽകണമേ. റാഹത്ത് എന്ന അറബി പദത്തിന് മലയാളം പറയേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ സുപരിചിതമാണ്. ആളെ കണ്ടുമുട്ടുമ്പോൾ വർത്താനം ചോദിക്കുമ്പോഴൊക്കെ റാഹത്തല്ലേ ചോദിക്കണവർ നമ്മൾ. അപ്പം മരണം ഒരു റാഹത്തുള്ളതാക്ക്. വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർർ. മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജ്അതി നഖ്മതിക വജമീഅ സഖ്തിക. അല്ലാഹുവേ, നീ തന്ന നിഅമത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. പടച്ചോൻ തന്ന നിഅമത്ത്, പടച്ചോൻ തന്നെ പറഞ്ഞത് എത്ര എണ്ണാന്നുള്ളത് ഇപ്പൊ കണക്കാക്കാൻ കഴിയില്ലെന്നാ, എണ്ണിയാൽ ക്ലിപ്തപ്പെടുത്താനാവാത്ത വൈൻ തഅുദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. ആ നിഅമത്ത് പടച്ചോൻ ഏത് സമയം പിൻവലിക്കാം. അല്ലാഹ് തന്ന ആരോഗ്യം, അല്ലാഹ് തന്ന ജീവന്, ഇതൊക്കെ അള്ളാഹ്ക്ക് ഏത് സമയം പിൻവലിക്കാം. അതിലൊക്കെ പൂർണ്ണ അധികാരി അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് ആ അള്ളാഹിനോട് നമ്മൾ അത് ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന അനുഗ്രഹം നീങ്ങി പോകുന്നതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന്. ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പ വല്യമ്മ അനുഭവിച്ചതിലേറെ ഒരുപാട് നിയമത്ത് അനുഭവിക്കുന്നവരാണ് നമ്മളുള്ളത്. മലയാള മാസത്തിലെ കർക്കിടക മാസത്തിലാണ്. കള്ളക്കർക്കിടകം എന്നാ പറയാം, പഞ്ഞമാസം എന്നാ പറയാം. മിഥുനം കർക്കിടം പഞ്ഞമാസം എന്നാ പറഞ്ഞ തിടുക്കുള്ള ബുദ്ധിമുട്ടുള്ള പട്ടിണിയുള്ള കാലാണ് കർക്കിടക മാസം. ഇപ്പോൾ നമുക്ക് കർക്കിടക മാസം അനുഭവപ്പെടുന്നില്ല. ഒന്നും ഭക്ഷണമില്ലാതെ മാങ്ങാത്തോലും ചക്കക്കൂരും 10 ദിവസം, താളും തവരയും 10 ദിവസം, വെച്ചും വെക്കാതെയും 10 ദിവസം ഇതിൽ ചൊല്ലി പറയുന്നുണ്ട്. പ്രാദേശികമായിട്ട് ഇതിൻ്റെ ലഫ്ലുകളൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. ആ 30 ദിവസമാണ് കഴിയണതാപ്പ ഈ പറഞ്ഞത്. താളും തവരിയായിട്ടും വെച്ചും വെക്കാതെയൊക്കെ ആയിട്ടും ഉണക്കി വെച്ച മാങ്ങാത്തോലും ചക്കക്കൂരും ഒക്കെ ആയിട്ട് അതുമൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ തള്ളി നീക്കുക പ്രയാസത്തിന്റെ കാലഘട്ടം പഞ്ഞമാസം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗഖ്യം, നമുക്ക് പഞ്ഞമാസം ഉണ്ടോ സഹോദരന്മാരെ? പഞ്ഞമാസം ഉണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സർക്കാർ ജോലിയൊക്കെ ഉണ്ടായാൽ ഓൾക്ക് മിഥുനം കർക്കിടമില്ലല്ലോ. ജോലിക്ക് ശമ്പളത്തിന് എന്നും ഒരേ രൂപത്തിൽ ശമ്പളം കിട്ടുകയാണ്. ശമ്പളമായാലും പെൻഷനായാലും ഒക്കെ. അവർ പഞ്ഞമാസം എന്നൊന്നില്ല, ഒരു കുറവുള്ള ഒരു മാസമില്ല. നമ്മളെ വല്യപ്പന്മാരും വല്യമ്മമാരും അല്ലെങ്കിൽ മാതാപിതാക്കൾ ജീവിച്ച അവർ അന്തി ഉറങ്ങിയ വീട് പോലെയാണോ നമ്മുടെ വീട്? നമ്മുടെ വീട് എത്ര സൗകര്യം, നമ്മുടെ വീട്ടിലെന്തൊരു സൗഖ്യം. അളിയനൊക്കെ വിരുന്നെന്നാൽ അളിയൻ കുട്ടികൾക്ക് അടുക്കളയിലെ സ്ഥാനം, മഞ്ചമ്മല ഉറക്കം, അത് കിട്ടി. സ്ഥലം ഉണ്ടാവില്ല, വീട്ടിൽ സ്ഥലം ഉണ്ടാവില്ല. വീട്ടുകാർക്ക് ഉറങ്ങാനും അതിഥികളെ സ്വീകരിക്കാനും വീട്ടിൽ സൗകര്യമില്ല. വർഷാരംഭത്തിൽ ഇടവത്തിൽ മഴ പെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് ഈ ഓല കെട്ടി പുല്ല് മേഞ്ഞ വീടുകൾ അത് കർക്കിടക മാസമാകുമ്പോഴേക്ക് ചോരാൻ തുടങ്ങും. വല്ല തുള്ളി വീഴണേൻ്റെയൊക്കെ ചോട്ടിലാണെങ്കിൽ, തെങ്ങിൻ്റെ ചോട്ടിലാണെങ്കിൽ വീട് ഉറപ്പായിട്ടും ചോരും. തുലാവർഷമാകുമ്പോൾ ഉറപ്പായിട്ടും ചോരും. എന്തായാലും ചോർന്നൊലിക്കുന്ന വീടുകൾ, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും ഒക്കെ ആയിട്ട് കിടന്നുറങ്ങുക, ഉറക്കം വരില്ല, ഇടക്കിടക്ക് ഇങ്ങനെ ഉണരും. ചൂടുള്ള പുതപ്പില്ല, കാറ്റ് കടക്കാത്ത റൂമില്ല, വയറ് നിറയെ ഭക്ഷണമല്ല. അതുകൊണ്ട് അവർക്ക് വരാത്തത്. ചുഴിയൻ്റെ ഉള്ളിൽ കൂടെ അടക്കാൻ പറ്റാത്ത ജലന്റെ ഉള്ളിൽ കൂടെ കാറ്റിങ്ങനെ അകത്തേക്ക് അറിഞ്ഞു വരികയാണ്. കർക്കിടത്തിലെ കള്ളം മഴയും കാറ്റും ഒക്കെ ഉണ്ടാകുന്ന ഈ സമയത്ത് പിന്നെ ഇങ്ങനെ ഉറക്കം വരിക. മര്യാദയ്ക്കൊരു പുതപ്പില്ല, ഉടുത്ത് കഴിച്ച് പുതക്കലല്ലേ സഹോദരന്മാരെ പണ്ടൊക്കെ. വേറൊന്നുമില്ല, അതിനെ പുതപ്പും അതിനെ ഉടുക്കാനുള്ളൂ ഒക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. പടച്ചോനെ ഇപ്പൊ ഒരു പാട് തന്നിട്ടുണ്ട്, ഇപ്പൊ എനിക്കൊരു പാട് തന്നിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം.
അള്ളാന്റെ റസൂൽ ഒരുപാട് കിട്ടിയിട്ടല്ല ഇങ്ങനെ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. രാത്രി റസൂൽ കടന്നുറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വകഫാനി വജഅലനി മിനൽ മുസ്ലിമീൻ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നെ ഭക്ഷിപ്പിച്ച, എന്നെ കുടിപ്പിച്ച, എനിക്ക് ആവശ്യങ്ങൾക്ക് മതിയാക്കി തന്ന, എന്നെ മുസ്ലിമാക്കിയ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. എന്നെ ഭക്ഷിപ്പിച്ച, എന്നെ കുടിപ്പിച്ച എന്ന് നമ്മൾ ഇന്ന് കഴിക്കണ മാതിരി മന്തിയും ബിരിയാണിയും മൂക്കറ്റം തിന്നിട്ടല്ല ഈ പ്രാർത്ഥന. അന്ന് റസൂലുള്ളാഹിന്റെ തീറ്റി നമുക്കറിയാലോ, ആ വീട്ടിലെ ദാരിദ്ര്യം നമുക്കറിയാം. പച്ചവെള്ളവും കാരക്കയും കുടിച്ചിട്ടൊക്കെ 3 മാസപ്പിറവി കാണുന്നത് വരെ, 3 ഹിലാല് കാണണമെങ്കിൽ 2 മാസം പൂർത്തിയാണ്. 2 മാസം തുടർച്ചയായി അടുപ്പിൽ തീ മൂട്ടാത്ത അവസ്ഥ. വീട്ടിൽ യാചിച്ചു വന്ന ഒരാള് വീട്ടിൽ തീപ്പുക പൊന്തിയിട്ട് കുറെ ദിവസമായി മക്കളെ എന്ന് പറഞ്ഞപ്പോ വീട്ടിലെ കുട്ടി ഒന്നോട് ചോദിച്ചത്രേ, നിങ്ങളെ വീട്ടിലും ആലുവ അടുപ്പുണ്ടില്ലേ? പുകയില്ലാത്ത അടുപ്പിൽ. നമ്മളെ കുട്ടിക്ക് അതേ അറിയുള്ളൂ പുകയില്ലാത്ത, ഇതല്ല തീയൂട്ടാത്തോണ്ടായി പറഞ്ഞത്, പുക വന്നാത്ത വീട്. എന്നിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വീടിന്റെ സൗകര്യം നമുക്കറിയാം, റസൂലുള്ളാഹിന്റെ വീട് ആ കൂടി അതിന്റെ മുതൽ മുടക്കി ഈത്തപ്പന്റെ തണ്ടു ഓലയാണ്. എന്നിട്ട് ആ അരപ്പട്ടിണിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് റസൂലുള്ളാഹ് എനിക്ക് ആവശ്യങ്ങൾക്ക് മതിയാക്കി തന്ന വഖഫ എന്ന് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ അങ്ങാടിയിൽ പോകുമ്പോൾ ഭാര്യ ആവശ്യപ്പെടുന്ന, വീട്ടുകാർ ആവശ്യപ്പെടുന്ന എല്ലാ സാധനവും വാങ്ങിച്ചിട്ടും നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ ബാങ്കിൽ പൈസ ബാക്കിയാണ്. ജിപേ ചെയ്ത് അല്ലെങ്കിൽ പൈസ എടുത്തു കൊടുത്തിട്ടും പൈസ ബാക്കിയായിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആവശ്യ വസ്തു മുന്നിൽ കണ്ടിട്ട് വാങ്ങാൻ പൈസ ഇല്ലാത്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിനി പണ്ടുണ്ടായിനി, പ്രാപ്പാർക്കുണ്ടായിനി. അങ്ങാടിയിൽ സാധനം കാണുന്നുണ്ട്, വീട്ടിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനമാണ്, പക്ഷേ വാങ്ങാൻ പൈസ ഇല്ല. അങ്ങനെ ആവശ്യങ്ങൾക്ക് മതിയാവാത്ത ഇന്ന് ആവശ്യങ്ങളിൽ ഏറെ നമ്മുടെ കയ്യിലുണ്ട്. വഖഫാനി, എനിക്ക് ആവശ്യങ്ങൾക്ക് മതിയാക്കി തന്ന റബ്ബേ, വജഅലനി മിനൽ മുസ്ലിമീൻ, എന്നെ മുസ്ലിമാക്കി തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവസാനം പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫക്കമ്മില്ല കാഫിയല വല മുഅ്വിയല, തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്ത, ആവശ്യങ്ങൾക്ക് മതിയാവാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. ആവശ്യങ്ങൾക്ക് മതിയാവാത്ത, തലചായ്ക്കാൻ ഒരു കൂരയില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. നമ്മൾ ആലോചിക്കണം നന്ന് ഇതൊക്കെ. ഇത് ആലോചിക്കുമ്പോൾ ഈ പ്രാർത്ഥന വരും, അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന നിഅമത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് റബ്ബേ നിന്നോട് രക്ഷ തേടുന്നു എന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫുട്ബോൾ മാമാങ്കത്തിലൊക്കെ മറന്നുപോയൊരു സംഗതി ഉണ്ട്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ 500-ലേറെ വരുന്ന ആളുകളെ കടലിൽ മുക്കിക്കൊന്ന സംഭവം മാധ്യമങ്ങൾക്കൊരു വാർത്തയേ ആയില്ലത്. ഈ 2 ആഴ്ചക്കുള്ളിൽ നടന്നൊരു സംഭവമാണ്, പക്ഷെ അതൊരു വാർത്തയായില്ല. നമ്മളൊക്കെ ഫുട്ബോളിലായിരുന്നു. ഞാൻ ഫുട്ബോളിന്റെ എതിര് പറയല്ല, ഒരു അനുവദനീയമായ ഒരു വിനോദവും കായിക പിന്നെ എക്സസൈസും ഒക്കെ കിട്ടുന്ന സംഗതി തന്നെയാണ് ഫുട്ബോൾ. പക്ഷെ ഇതൊക്കെ അതിരുവിടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. അപ്പൊ ഏതായാലും പടച്ചോനെ നീ തന്ന നിഅമത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു. സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക, നീ തന്ന ആഫിയത്ത് നശിക്കുന്നതിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു. ആഫിയത്തിലും നേരത്തെ പറഞ്ഞാൽ മലയാളം പറയാതെ നമുക്ക് അറിയേണ്ട സംഗതിയാണ്. ആഫിയത്തില്ല മക്കളെ, പ്രായം കൂടിയവരൊക്കെ പറഞ്ഞത് ആഫിയത്ത്, ശാരീരിക സൗഖ്യത്തിനാണ് ആഫിയത്ത് സാധാരണ പറയാൻ. ആഫിയത്ത് നീ അല്ലാഹ് തന്ന ആഫിയത്ത് നീങ്ങി ഏതു സമയവും നീങ്ങാം. ഏത് സമയവും ദാരിദ്ര്യവും ശാരീരികമായ ദൗർബല്യം ആർക്കും വരാം. ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല, പടച്ചോൻ തന്നിട്ടില്ല. അപ്പൊ നീ തന്ന ആഫിയത്ത് നശിക്കുന്നതിൽ നിന്ന് ഈ പിന്നെ വണ്ടി ഓട്ടി സുഖമായിട്ട് നടന്നു കയറിയ നമ്മൾ ഒരു പക്ഷേ വീൽ ചെയറിൽ വരേണ്ടി വരും, മറ്റൊരാൾ താങ്ങേണ്ടി വരും, സ്ട്രക്ചറിൽ കൊണ്ടുവരേണ്ടി വരും. ഇതൊക്കെ വരാം. ഒന്ന് നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ജമാഅത്ത് ഒക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാള് പള്ളിയിൽ വരാൻ പറ്റാത്ത അവസ്ഥ നിലയിൽ ചിലപ്പോൾ മാസങ്ങളോ കൊല്ലങ്ങളോ അങ്ങനെ ഉണ്ടായാലോ, ആ മനുഷ്യന് വെള്ളിയാഴ്ചന്റെ ബാങ്ക്, ജുമാന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് വേദന ചെറുതായിരിക്കൂല. പ്രശ്നം ജുമാന്റെ ബാങ്കാണല്ലേ, പോകാൻ വയ്യല്ലോ,
ഇവർ ജുമയക്കാട് പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം, ഞാൻ പറഞ്ഞ അയാൾക്ക് അള്ളാഹ് റൊക്സ നൽകിയിട്ടില്ല എന്നൊന്നും അല്ല, എന്നാലും നമുക്ക് അതിന് പോകാൻ കഴിയാത്തപ്പോൾ ഉണ്ടാകുന്ന സങ്കടം. ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം ഞാൻ പറഞ്ഞു, അന്ന് കിട്ടാത്തത് കൊണ്ട് ഭക്ഷണം കിട്ടാത്ത ആളുകൾ, ഇന്ന് രോഗം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ, കിട്ടി വകണ്ട് കൊണ്ടുവരാൻ ആളുണ്ട്, പക്ഷേ കഴിക്കാൻ പറ്റില്ലല്ലോ അധികം ആളുകൾക്കും പല ഭക്ഷണവും. പടച്ചോന്റെ വിലക്ക്, ഡോക്ടറുടെ വിലക്ക്, കഴിച്ചു തീർന്നു, നിനക്ക് കഴിക്കാനുള്ളത് കഴിച്ചു തീർന്നു, ഇനി മദീന അള്ളാഹ് തീരുമാനിച്ചുകൊണ്ടാണ്. ഇനി നമുക്ക് മധുരം പറ്റണില്ല, പ്രോട്ടീൻ പറ്റണില്ല, അന്നജം ഇതൊന്നും പറ്റണില്ല, കാർബോഹൈഡ്രേറ്റ് പറ്റണില്ല, അതുകൊണ്ട് ഒക്കെ നിയന്ത്രിച്ചേ പറ്റൂ. വലിയ ഭക്ഷണം എന്ന് പറഞ്ഞത് നേരത്തിന് കഞ്ഞി മുടങ്ങാതെക്കുക, കഞ്ഞിയും ചോറുമാണ്. അതാണ് ഇപ്പോൾ ഡോക്ടർമാർ മുടക്കണത്. കാർബോഹൈഡ്രേറ്റ് കുറക്കണേ, അരുതേ എന്ന് പറഞ്ഞത്. അന്നം മുടക്കുക, എന്തേ മുടങ്ങിയത്? രോഗാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക, നീ തന്ന ആഫിയത്ത് നശിക്കുന്നതിന് റബ്ബേ നിന്നോട് രക്ഷ തേടുന്നു. ഫുജിഅത്തി നഖ്മതിക, ആകസ്മികമായി ഉണ്ടാവുന്ന വിപത്തിൽ നിന്ന്, പ്രതീക്ഷ അല്ല, ആകസ്മികമായ വിപത്ത്. സന്തോഷത്തോടൊപ്പം ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയത്, അല്ലെങ്കിൽ സുബൈ ജമാഅത്തിന് പള്ളിക്ക് വന്നത്, എതിരെ വന്ന വാഹനം ഇടിച്ചിട്ട് ആകസ്മികമായ വിപത്താണ്. ഓ വണ്ടി ഓട്ടിയിട്ടാവില്ല, നടന്നു പോവുക, പക്ഷെ വണ്ടി ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ്. അങ്ങനെ സംഭവിക്കാലോ. ആകസ്മികമായി വിപത്ത് നമുക്കൊക്കെ സംഭവിക്കാം, അപ്രതീക്ഷിതമായി. അള്ളാഹ് കടത്തും നമ്മളെ. ഈ ആഴ്ച ജുമയ്ക്ക് വന്ന നിങ്ങളും ഞാനും അടുത്ത ആഴ്ച മെഡിക്കൽ കോളേജിൽ ആസ്പത്രി ബെഡിൽ മൂക്കിൽ കൂടെ ട്യൂബിട്ട്, മൂത്രദ്വാരത്തിൽ കൂടെ ട്യൂബിട്ട് കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാം. ഇതൊക്കെ നമ്മൾ കാണുന്നത് ആളുകളെ. അപ്പോ ആ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജിഅത്തി നഖ്മതിക വ ജമീഅ ശക്തിക, നിന്റെ കോപത്തിന് വിധേയമാകുന്ന എല്ലാ സംഗതിയിൽ നിന്നും റബ്ബേ നിന്നോട് രക്ഷ തേടുന്നു. അപ്പൊ നമ്മുടെ ദൗർബല്യം ഓർക്കുക, നമ്മുടെ ദൗർബല്യം ഓർക്കുക, ഇവിടെ പടച്ചോനോട് ഇങ്ങനെ പറയുക. അപ്പൊ കൂടുതൽ വിനയാന്വിതനായി നമ്മുടെ ജീവിതത്തിൽ ഇബാദത്ത് ഉണ്ടാവും. ഇബാദത്ത് മുജാഹിദീങ്ങളും ആബിദീങ്ങളും ആകണം. ഇബാദത്തുള്ളവനാകണം. അപ്പൊ ഇബാദത്ത് ഉണ്ടാകണം നമ്മൾക്ക്. ആ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ തന്നെ അള്ളാഹിനോട് പറയാന്നില്ല തന്നെയാണ്. ആ പറച്ചിലുണ്ടാകണം. അപ്പൊ ഇതൊക്കെ ഈ ദുർബലതയൊക്കെ ഓർക്കുമ്പോഴാണ് അള്ളാഹിനോട് പറയാം. ഞാൻ ഓതി വെച്ച ആയത്തിലേക്ക് വരാം. സൂറ ഖിയാമയിൽ അള്ളാഹു മനുഷ്യന്റെ ഏറ്റവും ദുർബലമായ ഘട്ടം ഹൃദയസ്പർശിയായ ഭാഷയിൽ അള്ളാഹു ചിത്രീകരിക്കുന്നുണ്ട്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. പ്രാണൻ, ജീവൻ തൊണ്ടൻ കുഴിയിലെത്തിയാൽ, സക്കറാത്തുൽ മൗത്തായി പറഞ്ഞത്, ജീവൻ തൊണ്ടൻ കുഴിയിലെത്തിയാൽ വഖീല മൻ റാഖ്, ആരാണ് ആശ്വാസം നൽകാൻ, ആരാണ് മന്ത്രിക്കാൻ, ഡോക്ടറെ വിളിക്കാൻ, മരുന്ന് തരാൻ എന്നൊക്കെ പറയണത് അയാൾ കേൾക്കുകയും ചെയ്താൽ, അയാളല്ല പറയണത്, മറ്റുള്ളവരാ പറയണത്. വഖീല മൻ റാഖ്, ഇങ്ങനെ പറയപ്പെടുകയും ചെയ്താൽ, വളന്ന അന്നഹുൽ ഫിറാഖ്, വേർപാട് ആ മനുഷ്യന് ബോധ്യമായാൽ, പിരിഞ്ഞു പോവുകയാണെന്നുള്ളത് ഉറപ്പാകുക, ആസ്പത്രിയിൽ എത്തൂല, ഇതിന്റെ അവസാനം തന്നെയാണ് എന്ന് മനസ്സ് അയാൾക്ക് ബോധ്യപ്പെടുക. വൽതഫത്തി സാഖു ബിസാഖ്, കാല് കാലോട് പിണയുകയും ചെയ്യുമ്പോൾ, തണ്ടൻകാല് പിണയുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ആ കാല് കിട്ടലായിരിക്കും അള്ളാഹ് ഈ പറഞ്ഞത്. ഒരു കയ്യും കാലും നീട്ടലുണ്ടാവില്ലേ, നമ്മൾ കാലിനറുത്താൽ, അറ്റൈക്കത്തൊക്കെ അറക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, കോഴിനറുത്തിട്ടാലൊക്കെ അവസാനം ഇങ്ങനെ ആ കാലിങ്ങനെ നീട്ടണത്, വല്ലാത്തൊരു കാല് നീട്ടി കാലടിക്കണ ഒക്കെ കാലുകളൊക്കെ ഇതുപോലെ മനുഷ്യനൊരു കാല് നീട്ടൽ അവസാനം നടത്തുന്നതാണ് അള്ളാഹ് ഈ പറഞ്ഞത്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അള്ളാന്റെ അടുക്കലേക്ക് തെളിക്കുക. അവന് പടച്ചോന്റെ അടുക്കലേക്കുള്ള യാത്രയാണ്. എന്താ പോവാണ്, ദുനിയാവിനോട് പിരിയാണ്, മക്കളെ വിട്ട് പിരിയാണ്, മക്കളെ യതീമാക്കിക്കൊണ്ട്, ഭാര്യയെ വിധവയാക്കിക്കൊണ്ട് അയാൾ പിരിയാണ്. പടച്ചോ എത്ര മനസ്സ് തട്ടുന്ന കൊലത്തിൽ ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. റാഹത്തുള്ള ഈമാനോട് കൂടിയ മരണം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണത്തിന്റെ എല്ലാ ശർറിൽ നിന്നും
അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ ഊസീകും ബിത്തഖ്വല്ലാഹ്. ഒന്നുകൂടി സഹോദരങ്ങളെ, അള്ളാഹനെ ഓർത്തുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹു ജീവിക്കാൻ അല്പം വക നൽകിയൊരു സഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയല്ല, കച്ചവടം ചെയ്തുണ്ടാക്കിയതാണ്. മദീനയിൽ ചെന്നപ്പോൾ അവിടുത്തെ അൻസാറുകൾ വീട്ടിലേക്ക് ക്ഷണിച്ച് നമുക്കുള്ളതിൽ പങ്ക് വെക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ അങ്ങാടി കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾ എന്തെങ്കിലും ഏർപ്പാട് ചെയ്ത് ജീവിച്ചോളാം. ആള് കൂടുന്ന സ്ഥലം കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് ജീവിച്ചോളാം, എന്തെങ്കിലും ജോലി ചെയ്ത് എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്തുണ്ടാക്കിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പറക്കാൻ സമയത്ത് നോമ്പറക്കാൻ കഴിയാതെ കരയാണ്. എന്തുകൊണ്ടാണ് കരഞ്ഞറിയോ? ഈ വിളമ്പിച്ച വിഭവങ്ങൾ കണ്ടിട്ടാണ്. ഏതായാലും നമ്മളത്ര വിളമ്പിക്കാൻ അവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. അത് ആ കാലത്തില്ലല്ലോ. എന്നിട്ടും ഉള്ള ഭക്ഷണം കണ്ടിട്ട് അദ്ദേഹത്തിന് കരച്ചിൽ വരികയാണ്. എന്തുകൊണ്ടാണ് കരഞ്ഞത്? അദ്ദേഹം ഓർത്തുപോയി നേരത്തെ പിരിഞ്ഞുപോയ കൂട്ടുകാരൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. മിസ്അബ് എന്നും മുസ്അബ് എന്നും വായനയുണ്ട്. മക്കയിൽ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. ഈ ദീൻ ഉൾക്കൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഒന്നുമില്ല, ഇവിടുത്തെ സമ്പത്തൊന്നുമില്ല. കാലിയായ കരങ്ങളും ഒഴിഞ്ഞ പോക്കറ്റുമായി മദീനയിലെത്തി. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. ആ ഷഹീദിനെ കഫൻ തുണി ഇല്ലാത്തതുകൊണ്ട്, കഫൻ ചെയ്യാൻ തികയാത്തതുകൊണ്ട് റസൂലുള്ളാഹി കൽപ്പിച്ചതനുസരിച്ച് കാലിന്റെ ഭാഗത്ത് പുല്ല് പറിച്ച് വെച്ച് കെട്ടിയിട്ടാണ് മറവ് ചെയ്തത്. ഷഹീദിനെ ആ മരിച്ചു വീണോടത്ത് തന്നെ കുളിപ്പിക്കേണ്ടതില്ല, ആ ചോരക്കരയൊക്കെ ആയിട്ട് തന്നെയാണ് പരലോകത്ത് ഹാജരാണ്ട്. എന്നാൽ കഫൻ ചെയ്യണം, അതിന് തുണിക്ക് വകയില്ലാതെയാണ് സമ്പന്നനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മറവ്. അത് ഓർത്തുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരയുന്നത്. പക്ഷേ മിസ്അബിനൊക്കെ സ്വർഗം ഉറപ്പാണ്. നമ്മളെയൊക്കെ കാര്യം ഈ തീറ്റും കൂടിയോട് കൂടി തന്നെ കയ്യോ എന്ന് ഓർത്തിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരയുന്നത്. നമുക്കിപ്പോ ഈ വിഭവങ്ങളൊക്കെ കിട്ടിയല്ലോ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മിസ്അബിനെ പോലുള്ളവർ പോയല്ലോ, നമുക്കൊന്നും ഉണ്ടാകൂലേ എന്ന് ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ ഓർത്തിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ കൂടെ, സഹാബാ കിറാമിന്റെ കൂടെ, അസ്ഹാബുൽ ബദരീങ്ങളുടെ ഒക്കെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്വർഗം വെറുതെ കിട്ടൂല, കുറച്ചൊക്കെ ഇതിനു വേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ ഒക്കെ നട്ടപ്പാതിരക്ക് നമ്മൾ ഫുട്ബോൾ മാമാങ്കം തിമർത്ത് ആഘോഷിച്ചു. സഹോദരന്മാരെ, ആ ഉറക്കച്ചടച്ചിൽ തീർന്നതിന് ശേഷം രാത്രിയുടെ അവസാന സമയത്ത് അന്ത്യയാമങ്ങളിൽ ഒരു നിസ്കാരമുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ. വിശ്വാസിയുടെ അവസ്ഥ അള്ളാഹ് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം ഇമാമ് ഓതുന സൂറത്തിലതല്ലേ, സുബൈക്കട്ടോ, സൂറത്തു സജദയിലാണ്. രാത്രി കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, ആശിച്ചും പേടിച്ചും, ഖൗഫൻ വതമഅൻ. വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ, കൊടുത്തതിന് ചെലവാക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ ശീലമുണ്ടാണ്. നമ്മളിലെ 12:30 ശേഷം നമ്മൾ ഫുട്ബോൾ ഉണ്ട്. ഒരു പ്രയാസവും തോന്നിയില്ല. ഞാൻ ഫുട്ബോൾ കണ്ടതിനെ എതിർക്കുകയല്ല, മറിച്ച് അതിന് ശേഷം ആ ഉറക്കച്ചടച്ചിലൊക്കെ തീർന്നതിന് ശേഷം സുബൈക്കൽപ്പം മുമ്പ് എഴുന്നേറ്റ് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മൾ ശീലാക്കണം. ഏതായാലും കൂടുതൽ ഉറക്കമൊന്നുമില്ലാത്ത പ്രായത്തിലുള്ള ആളുകൾ എൻ്റെ മുന്നിലുള്ള അധികവും അങ്ങനെ ഒരു പ്രത്യേകം പ്രായമായ പിന്നെ ഉറക്കമൊക്കെ കുറവുണ്ടാവും. ഒന്ന് നേരത്തെ ഉറങ്ങിക്കോളി, അതാണ് റസൂലുള്ളാഹിന്റെ സമ്പ്രദായം. നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, ഇതൊക്കെ നമ്മൾ ശീലാക്കണ്ടേ.
അങ്ങനെ കുറച്ച് സമയമൊക്കെ ഈ തഹജ്ജുദ് നമസ്കാരത്തിനൊക്കെ നമ്മൾ സമയം കാണേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവരെ കണ്ട ഒരു സംഗതി, ഇപ്പോൾ വൈകി ഇങ്ങനെ വരുന്ന ജുമാക്ക് വരുന്ന ആളുകൾ ബാങ്ക് കൊടുക്കുമ്പോൾ അവരിങ്ങനെ നിൽക്കുകയാണ്, ബാങ്ക് കൊടുത്ത് തീർന്നിട്ട് തഹയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി. സഹോദരന്മാരെ, അങ്ങനെയല്ല. നിങ്ങൾ കയറി വന്ന ഉടനെ ബാങ്ക് ഉണ്ടെങ്കിലും ആ വേഗത്തിൽ തഹയ്യത്ത് നിസ്കരിച്ച് ഖുതുബ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് വേണ്ടത്. ബാങ്കിന് ജവാബ് നൽകൽ, തർജീഹ് നടത്തൽ സുന്നത്തായ ഒരു കാര്യമാണ്. ഖുതുബ അതിനേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. വസ്ഔ ഇലാ ദിക്രില്ല എന്ന് ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, മറ്റേത് ഹദീസിൽ വന്ന കാര്യമാണ്. ഇതിനാണ് പ്രാധാന്യം. ഈ ദിക്റുള്ളയിലേക്ക് ഖുതുബയാണ്. അപ്പം വൈകി വന്നാൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ തക്ബീർ എട്ടാൻ മടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട, ബാങ്ക് തീരുന്ന വരെ വേഗം തഹയ്യത്ത് നിസ്കരിച്ച് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് വേണ്ടത്. അതുപോലെ ഇപ്പം നമ്മുടെ സഫ് പൂർണ്ണ, എത്ര മനോഹരം ഈ സദസ് ഇങ്ങനെ കാണാൻ. ഇങ്ങനെ തന്നെ ഉണ്ടാവേണ്ടത്. അപ്പം നേരത്തെ വന്ന ആളുകൾ മുന്നിൽക്ക് കയറി ഇരുന്ന സഫ് പൂർത്തിയാക്കിയാൽ അത് ഭംഗിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ചിട്ടയോടെ ഭംഗിയോടെ ഇബാദത്തുകൾ നിർവഹിക്കുന്ന നല്ല വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മറ്റൊരു കാര്യം, പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തത് അഷ്റഫ് മദനി പട്ടിത്തറ, ജമിയത്തുൽ ഉലമയുടെ ഒക്കെ മെമ്പറാണ്, പണ്ഡിതനാണ്, ഖത്തീബാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഇന്ന് വിധേയരാവുകയാണ്. ചെറിയ കുട്ടി, 9 മാസം പ്രായമായപ്പോൾ ബ്ലഡ് ക്യാൻസർ വന്ന് ഒരു 5-6 മാസം ചികിത്സിച്ചിട്ട് ഭേദമായില്ല. ഇപ്പോൾ ഉള്ളത് 4 മാസമായിട്ട് ക്യാൻസർ ഹോസ്പിറ്റലിലാണ്, MBR ക്യാൻസർ ഹോസ്പിറ്റലിൽ. ഇന്ന് ആ കുട്ടിക്ക് ഈ മജ്ജ മാറ്റിവെക്ക് നിർവഹിക്കണം, പ്രാർത്ഥിക്കണേ എന്ന് വല്യപ്പയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് എത്രയും വേഗം പൂർണ്ണ ശിഫ നൽകുകയും ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ മക്കളെയും പേരമക്കളെയൊക്കെ ഇത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅസില്ല ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اشف أمراضنا واشف أمراض من أوصانا بالدعاء يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.